തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് തിരിച്ചുകയറാൻ പാർട്ടി അംഗങ്ങൾക്ക് പുറമെ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടാൻ CPM വാട്സ്ആപ്പ് വഴിയും ഇമെയിൽ വഴിയും ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. 30 മണ്ഡലങ്ങളിൽ BJP UDFന് വോട്ട് മറിച്ചെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. VD സതീശന്റെ ബംഗളൂരു യാത്രയിൽ ദുരൂഹതയുണ്ടെന്നും CPM ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള 40,000-ഓളം ഘടകങ്ങളിൽ നിന്നാണ് CPM തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തുകൊണ്ട് തോറ്റു എന്ന് ബോധ്യപ്പെട്ട CPM ചെറിയ തിരുത്തലിനല്ല തുടക്കം കുറിക്കുന്നത്. പാർട്ടി കേഡർമാരെ മാത്രം കേട്ടാൽ പോരാ, ജനങ്ങളെയും കേൾക്കാനാണ് CPM തീരുമാനം. ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കി. ഒരു ഇമെയിൽ, വാട്സപ്പ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. UDF BJP ഡീലാണ് CPM ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകുകയും ഒരു UDF BJP ഡീൽ ഞങ്ങൾ കണ്ടു. പതിവിന് വിപരീതമായി ലീഗിനെതിരെയും തിരിഞ്ഞു CPM. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു മുമ്പെല്ലാം ലീഗ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അത് മാറ്റി മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരുതിരിവിന് അതിന്റെ ഗുണഭോക്താവ് എന്ന രീതിയിൽ കോൺഗ്രസും അതിന്റെ ഒപ്പം നിൽക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. തിരുത്തൽ പ്രക്രിയ അന്തിമമാക്കാൻ ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. RSS അജണ്ട നടപ്പിലാക്കാൻ കഴിയുന്ന ആളെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചതെന്ന് പറയുക വഴി B. അശോകിന്റെ നിയമനത്തെയും CPM സംശയമനയിൽ നിർത്തുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.